നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ കാഴ്ചയാണിത്. ഒരാഴ്ചയായി ഇവിടുത്തെ സ്ഥിതി ഇതാണ്. ഓടയിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലം, റോഡിലെ വലിയ കുഴികളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നു. ദുർഗന്ധം വമിച്ചും ചെളിയിൽ വീണും ദുരിതം പേറുന്ന യാത്രക്കാരും വ്യാപാരികളും. നാടെങ്ങും മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുമ്പോൾ പട്ടാമ്പി മഴക്കാലത്തെ വരവേൽക്കുന്നത് ഇങ്ങനെയാണ്. പട്ടാമ്പി നീള IPT കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഡ്രെയിനേജ് പ്രവർത്തികൾ പൂർത്തിയാകാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. നവീകരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തെ 5 മീറ്ററോളം വരുന്ന ഭാഗം പൊളിച്ചിട്ടിട്ടുണ്ട്. ഇവിടെയാണിപ്പോൾ ഓടയിൽ നിന്ന് മലിനജലം പുറത്തേക്കൊഴുകി കെട്ടിക്കിടക്കുന്നത്. ഒഴുകിയെത്തുന്ന മലിനജലത്തിന്റെ ഉറവിടം എവിടെയാണെന്നും വ്യക്തമല്ല. മഴ കൂടി പെയ്തതോടെ പ്രദേശത്തെ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ്. വിദ്യാർത്ഥികളും യാത്രക്കാരും ഉൾപ്പെടെ ഈ ഭാഗങ്ങളിൽ വീണുള്ള അപകടങ്ങൾ നിത്യസംഭവമാണെന്നും ദുർഗന്ധം കാരണം കടകളിലേക്ക് ആളുകൾ കയറുന്നില്ലെന്നും വ്യാപാരികൾ പരാതിപ്പെടുന്നു. ഒരാഴ്ചത്തോളമായി ഇതിങ്ങനെ ചളിവെള്ളം കെട്ടി കിടക്കൽ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇത് പൊളിച്ചിട്ട് ഡ്രെയിനേജ് പൊളിച്ചിട്ടിട്ട് യാതൊന്നും ചെയ്യാതെ കിടക്കൽ തുടങ്ങിയിട്ട് പകുതി ടാറിങ്ങും കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാരണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇവിടുത്തെ കടക്കാർക്ക് വളരെ പ്രയാസമാണ് അനുഭവിക്കുന്നത്. ഈ സീസണായിട്ട് ആ സീസൺ ബിസിനസ്സൊക്കെ പോയി. ഇതിൽ ഇന്നലെ എത്ര പേര് വീണുരുണ്ട്, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വീണിതാ ഈ ഡ്രെയിനേജ് കണ്ടില്ലേ, ഇതിലൊക്കെ കാല് പോയിട്ട് ചിലവരെ കാൽമ മുറിയായി പലതും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഒരു ദുരിതമാണ് ഞങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ വളരെ ഒരു ഉപകാരമാണ്. അധികാരികളൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും ഒരു നടപടി ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അതിന് വേണ്ടൊരു നടപടി ഉണ്ടായാൽ വളരെ ഉപകാരമാണ്. നിരവധി തവണ അധികൃതരോടും ജനപ്രതിനിധികളോടും പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാരും പറയുന്നു. കടയിലേക്ക് കടയിലേക്ക് കയറുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചളിയിൽ കൂടെ വേണം കയറി ഇറങ്ങാൻ. അങ്ങനെ അതും ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ പരാതിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാൾ വന്ന് കുറേ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് പോയി. പിന്നെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ആകെ ഇതിപ്പോൾ മഴ പെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ എത്ര ദിവസം ഭയങ്കര ചളി പോലെ ആയിരുന്നു. പ്രശ്നങ്ങൾ അതൊന്നും പെട്ടെന്ന് ശരിയാക്കി തന്നാൽ അത്ര നന്നായി. ഞങ്ങൾക്ക് സീസൺ കാരണം കൊണ്ട് കുട്ടികളൊക്കെ സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ചളിയൊക്കെ ചവിട്ടിക്കേട്ട് ആകെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ ഇത് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഭയങ്കര ഇതിപ്പോൾ ഇതാണ് ഈ ചളി ചവിട്ടിയിട്ടാണ് ഞങ്ങൾ ഷോപ്പുകളിലേക്കൊക്കെ ആൾക്കാർ വരുന്നത്. മലിനജലമാണ് മൊത്തം. അതിലൊരു പത പോലെ ആയിരുന്നു ഒക്കെ ഇത്ര ദിവസം വന്നായിരുന്നു. ഭയങ്കര മണമുണ്ട്. അതൊക്കെ ഇപ്പോൾ അതൊന്ന് ശരിയാക്കി തന്നാൽ നന്നായിരിക്കും. കാലവർഷം വരാനിരിക്കെ പകർച്ചവ്യാധികളും മറ്റു രോഗങ്ങളും പടർന്നു പിടിക്കാൻ സാധ്യത നിലനിൽക്കുമ്പോഴും പട്ടാമ്പിയിലെ ഈ കാഴ്ചയ്ക്ക് പരിഹാരം കാണാത്തത് അധികൃതരുടെ തികഞ്ഞ അനാസ്ഥയാണ് വ്യക്തമാക്കുന്നത്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.